ഉണ്ണാനിരുന്നിരിക്കണു. കുഞ്ചുണ്ണിയല്ലേ, വിളമ്പി കൊടുക്കണേനെന്താ? കാണാൻ പാടില്ലാത്തവരല്ലല്ലോ. കുടിവെപ്പിന് കുഞ്ചുണ്ണി വരാത്തത് എന്തേന്ന് ചോദിച്ചു പലരും. അച്ഛന്റെ 4-ാം വേളി ആഘോഷിക്കേണ്ട ഒരു കാര്യമായി എനിക്ക് തോന്നിയിരിക്കില്ല എന്ന് പറയാറുന്നില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാ നോക്കൂ, ഞാൻ പണിക്കാർക്ക് കൊടുക്കട്ടെ. കിഴക്കേടത്ത് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ട്. കിഴക്കേടത്തിന് കുറെ കൂടെ കാര്യപൂരമുണ്ട്. തനി പോത്തൻ നമ്പൂരിയല്ല എന്നൊക്കെയാണ് ഞാനന്ന് സംസാരത്തിൽ ധരിച്ചത്. അറുപത്തിനാലുകാരന്റെ 4-ാം വേളിക്ക് മകളെ നടന്നല്ലെന്ന് യോഗ്യനാണെന്നും തോന്നിയില്ല. ആ വന്നു അല്ലേ? ഞാൻ പെറ്റതല്ലാച്ചാലും കൃഷ്ണനും കുഞ്ചുണ്ണിയും പാപ്പും എന്റെ മക്കളെ പോലെ തന്നെയാണെന്നേ ഞാൻ വിചാരിക്കാറുള്ളൂ. കുഞ്ചുണ്ണിയെ കാണാഞ്ഞാലും എനിക്കൊരു ഈശലാ. കുടിവെപ്പിന് പാപ്പപ്പോൾ വന്നത് കുറച്ച് പണം ചോദിക്കാനെന്ന് പറഞ്ഞിരുന്നു. നമ്പൂരുടെ ചികിത്സയ്ക്ക് എന്തായി? ഒന്നും കൊടുത്തില്ല എന്നാ തോന്നണ. വേളി കഴിച്ചു കൊടുത്താ പിന്നത്തെ കാര്യം അത്രേ ഉള്ളൂ. കൊടുത്ത സ്ത്രീധനത്തിന്റെ കണക്കൊക്കെ വിസ്തരിച്ച് പറയണ കേട്ടിരുന്നു. രണ്ടാം ചോറ് വിളമ്പിയില്ല. മതി. കുഞ്ഞിക്കാളി ഇല എടുത്തോ. ഞാൻ പറഞ്ഞത് പ്രത്യേക ആരെയും കുറ്റപ്പെടുത്താനല്ല. എല്ലാവർക്കും ഇതിലൊക്കെ പങ്കുണ്ട്, ഞാനടക്കം എല്ലാവർക്കും. ഞങ്ങളൊരു നാടകം കളിക്കുന്നുണ്ട്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. കേട്ടിട്ടുണ്ടാവും. അതിലൊരു പടുകിഴവന്റെ വേളി ഞങ്ങൾ മുടക്കുന്നുണ്ട്. നാടകത്തിൽ ചെയ്യാൻ കഴിഞ്ഞത് ജീവിതത്തിൽ സാധിക്കുന്നില്ലല്ലോ എന്നാലോചിച്ചു പോയി. എനിക്കൊന്നും അറിയില്ല എന്നെല്ലാവരും പറയുന്നതാണ് തെറ്റ്. അറിയണം, വേണ്ട സമയത്ത് വേണ്ടത് പറയാൻ തയ്യാറാവണം. എന്താ ഇല്ലത്തെ പെൺകിടാങ്ങളുടെ മാത്രം വായിൽ കൊഴുവാണ്. കിഴക്കേടം മകളെ കാവ്യവും സംസ്കൃതവും ഒക്കെ പഠിപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. കുട്ടിയേട്ടന്മാരുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കട്ടെ എടുത്തി. എവിടുന്നാ പാല്? രാവിലത്തെ ബാക്കി ഉറവാർന്നു. അമ്പലത്തിൽ ഒരു ചുറ്റുവിളക്കും ഉണ്ട്. കുറച്ച് കേമായിട്ടാണ്. വാസേവൻ നടന്നതാ. എടുത്തിയമ്മയ്ക്ക് വിശേഷിച്ചൊന്നും ഉണ്ടല്ലോ. പുംസവനോ കൂട്ടത്തിലാവാന്ന് വെച്ചു. കുട്ടി അങ്ങോട്ട് വരണ്ടോന്ന് അറിയാനിച്ചിട്ടറിയും. അതെയോ? ദൈവാധീനം. ഏട്ടത്തിയമ്മയ്ക്ക് അതന്നെയായിരുന്നു എന്നും ഒരാദി. ഇപ്പൊ പുറപ്പെടണോ അതോ ഊണ് കഴിഞ്ഞിട്ടോ? ആലക്കുന്നം പുറംപറമ്പിലെ ആനയുടെ ചികിത്സയില. വരട്ടെ, അതിനൊക്കെ ഒരു ചിട്ടയില്ലേ. ചോദിച്ച് സമ്മതം വാങ്ങാണ്ട് അങ്ങോട്ട് പോവാ. തിരുമേനി ഇരിക്കുക. ഓ, ആനയ്ക്ക് നീരിളക്കം വന്നാൽ മരുന്നായി, മന്ത്രായി, ബഹളായി. സന്നി കൂടി വല്ലാത്തയന്മാരി വടക്കിനി കിടന്നപ്പോ ആ ശേഖര, മരുന്നിന് ഇന്തുപ്പ് വേണം. കുറച്ചധികം വേണത്രേ. ആളെ ഇപ്പൊ തന്നെ അയക്ക. അമ്പലത്തിൽ ചുറ്റുവിളക്ക്. വാസേന്റെ അടുത്തുള്ള ആൾക്ക് പുംസവനം. നമ്പൂരി ആ സമയത്ത് വന്നാൽ ഉറപ്പിക്കണ്ട. ആ ശേഖര, രണ്ടാള് 2 വഴിക്ക് പോട്ടെ. 1 തുലാം ഇന്തുപ്പ് കിട്ടാച്ചാൽ അത്ര എളുപ്പമല്ല.
ഓ കുട്ടിക്ക് എന്റെ കൂടെ അമ്മാത്തേക്ക് വന്നാലോ എന്നൊരാലോചന. ഓ ഒരാഴ്ച അവിടെ നിന്നാൽ. ആവാം, കിഴക്കണം. എന്നാൽ ഉള്ള വസ്തുതല്ലേ പറയണ്ടു. മൂന്നാമതൊന്നും കൂടി വന്നപ്പോ വടക്കേക്കെട്ടിലെ കോലാഹലം കൂടിയെന്നൊരു ഗുണേ ഉണ്ടായിട്ടുള്ളൂ. വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പളാ തോന്നണേ. അതങ്ങനെയൊക്കെ ഭൂസ്വാഹ 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 ഭൂർഭുവസ്വസ്വാഹ. ഭൂർഭുവസ്വസ്വാഹ. അങ്ങോട്ട് വയ്ക്കാം, മുഴുവൻ അങ്ങോട്ട് വയ്ക്കാം. ആ ആ ആ ആ ആ. ഇനി ഒരു കൂടുതൽ ആരാധിക്കാം. ഗംഗണപതി നമ. ഗണപതി നമ. മതി മതി. ആ ഇനി തൊഴുതെണീക്കാം. മൂത്ത ആൾക്ക് 2 പെണ്ണ, മറ്റത് പെറ്റിട്ടില്ല. രണ്ടും കൂടി ഏത് നേരത്തും കടിപിടി തന്നെ. കുട്ടിക്കാവിന് ഇത്തിരി പരോശല്ലേ? അതിന് കുട്ടിയാത്തന്മാര് വല്ലതും കഴിക്കണ്ടേ? നുള്ളി തിന്നേയുള്ളൂ. വായിക്ക് വേണ്ടായി മാത്രമേ ഉള്ളൂ. അതോ ഓക്കാനും തുടങ്ങിയാവോ? ഏയ് മിണ്ടാതിരുന്നോ. അപ്പോ സരോജിനിയുടെ കല്യാണം കഴിഞ്ഞുല്ലേ? ആ കഥ കേട്ടില്ലല്ലോ. അപ്പുക്കുട്ടിന്റെ ആലോചന വന്നപ്പോ അവളുടെ അമ്മാവ് സമ്മതിച്ചില്ല. വേറൊന്ന് നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോ ഞാൻ ആ സൂത്രം പറഞ്ഞു കൊടുത്തത്. ആഹാ, എന്ത് സൂത്രം? കല്യാണക്കാര് പഠിക്കലെത്തിയപ്പോ സരോജിനിക്ക് ദണ്ണളക്കം. കൂക്കും വിളിയും കയ്യും കാലിട്ടടിക്കലും ബഹളമയം. പിന്നെന്താ ചെയ്യാ, കല്യാണം മുടങ്ങി. പിന്നെ അപ്പൂട്ടിന്റെ ആലോചന വന്നപ്പോ അമ്മാമ്മ സമ്മതിച്ചു. ദണ്ണളക്കവും മാറി. മോളെ, എന്താച്ചാ? ഇപ്പൊ ആള് വന്നിരിക്കണു. നല്ല സുഖമില്ലാത്രേ നമ്പൂരിക്ക്. അധികമില്ല, രാവിലെ പുറപ്പെട്ടുള്ളൂ. എന്തിനാ രാവിലെ ആക്കണേ? വേട്ടയാൾ സുഖമില്ലാണ്ട് കിടക്കുമ്പോ അമ്മാത്ത് വിരുന്ന് പാർക്കണു എന്നുള്ള ആക്ഷേപം. പിന്നെ ദീനം വൈഷമിച്ചിരിക്കണോ തിരുമേനി? ആനയെ നോക്കി വരുമ്പോ പൂമുഖത്ത് എത്തുന്നതിന് മുമ്പേ വീണു. തെക്കിനിത്തറയെ കൊണ്ടുപോയി കിടത്തി. പിന്നെ എണീറ്റിട്ടില്ല. ഇതാ ഇപ്പളാ കഴിഞ്ഞ്. കഴിഞ്ഞത് കഴിഞ്ഞു. അത്രക്കേ വിധിച്ചിട്ടുള്ളെന്ന് വിചാരിക്കുക. അല്ലാണ്ട് എന്താ പറയാ. വരും.
കുളിക്കണ വെച്ചാൽ പുറത്ത് മറച്ചു കെട്ടിട്ടുണ്ട്. വെള്ളം പാർന്നിരിക്കണം. അവര് പറയണമാതിരി ചെയ്യാന്നല്ലാതെ അടിയൻ എന്താ ഒരു നിവൃത്തി? ആരൊക്കെ അവൻ ദോഷപ്പെടുത്തിയെന്ന് വല്ല ഊഹം കേട്ടോ? ആരും ഉറപ്പായിട്ട് അങ്ങോട്ട് പറയണില്ല. പറയാത്തവരെ കൊണ്ട് പറയിപ്പിക്കാൻ എന്താ സാധാരണ ചെയ്യാ? പറയും. തേളിനെയും പാമ്പിനെയും ഒക്കെ അകത്തേക്ക് ഇട്ടുന്നു കേട്ടിട്ടുണ്ട് പണ്ട്. ആ ഇപ്പൊ പറ്റില്ലല്ലോ. കാലം പഴച്ചില്ലേ പുല്ലശ്ശേരി. പായൽ കെട്ടി ഉരുട്ടലും പണ്ടത്തെ ഒരു പ്രയോഗ. കാലസ്ഥിതിക്ക് അനുസരിച്ച് വേറെ ചിലതൊക്കെ നോക്കാം. വെയിലാവണേന് മുമ്പേ തുടങ്ങാന്നുണ്ട്. കണ്ടില്ലേ നോട്ടം? നമ്മളെന്തോ ദുഷ്കർമ്മം ചെയ്യാന്നല്ലേ തോന്നുക. വേഗം ആവട്ടെ എല്ലാവരും. മുജ്ജന്മത്തിലെ പാപകൃത്യങ്ങൾ കൊണ്ടാണ് അനപത്യം, വൈധവ്യം തുടങ്ങിയ ദുർവിധികൾ വരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഭഗവന്നാമങ്ങൾ ജപിച്ചും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും കഴിയണമെന്നാണ് വിധി. അടുത്ത ജന്മമെങ്കിലും നല്ലത് വേണമെന്ന് വിചാരമുണ്ടെങ്കിൽ കുറ്റം സംബന്ധിച്ച് സത്യാവസ്ഥകൾ മുഴുവൻ പറയാൻ തയ്യാറുണ്ടോ? ചോദിക്ക. മറുപടി ഉണ്ടോ? ഒന്നും പറയുന്നില്ല. ഏതെങ്കിലും പുണ്യസ്ഥലത്തിനടുത്ത് താമസിക്കാൻ സൗകര്യം ചെയ്തു തരും തെറ്റുകുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞാൽ. അടുത്ത ജന്മമെങ്കിലും പുണ്യം ഉണ്ടാണോ എന്നൊട്ടും മോഹം ഇല്ലെന്ന് ചോദിക്ക്. ഇതോ നശിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക്. അവര് ചോദിക്കുന്നത് കേട്ടില്ലേ? എന്തെങ്കിലും ഒന്ന് പറയൂ. കുടിവെള്ളം കൊടുക്കാഞ്ഞാലൊന്നും പദം വരണ സാധനല്ലെന്നാ തോന്നണേ. ഇപ്പോഴും ഉണ്ടാട്ടില്ലല്ലോ. എന്നാൽ ഒരു 2 ദിവസം അത്താഴപ്പശിനി ഇറക്കട്ടെ, എന്നിട്ട് നല്ല വഴിക്ക് വരുമോ നോക്കാം. 2 ദിവസം കുറച്ച് ജാസ്തി ആയാലും തെറ്റില്ല. മുല്ലശ്ശേരിയുടെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ.
എങ്ങനെയുണ്ടാവോ പദാർത്ഥങ്ങളൊക്കെ? ശേഷായിട്ടുണ്ട്. ഇങ്ങനെയല്ലേ മുല്ലശ്ശേരി? ഇന്നലെ ഇന്നോ ഏതധികം കേമെന്ന സംശയം. സാധനം കുറച്ച് കടുപ്പാ. ഇങ്ങനെ ആയ കുറെ നീളുന്നാ തോന്നണേ. നീണ്ടാലെത്താ ആർക്കാ എത്ര തിരക്ക്? 25 ദിവസം വരെ നീണ്ടു നിന്നു എന്നല്ലേ പറഞ്ഞത് പഴയ വിചാരണകള്. പായസം ഒരു പപ്പടം കണ്ട് എടുത്തോളൂ. കുറച്ച് വെള്ളം അവിടെ പായസം കൊടുക്കും. കുറച്ച് വെള്ളം. ഒന്ന് പേടിപ്പിക്കാം സാധനത്തിനെ, അതിലൊരു തെറ്റില്ല. ഓതിക്കൻ പഴമാങ്ങ കിട്ടില്ലേ? പഴമാങ്ങ വെള്ളരിക്ക ആവാൻ കൂട്ടാൻ ഇടയ്ക്കൊക്കെ എന്താ? നാളത്തെ കാര്യമില്ല എന്റെ മുല്ലശ്ശേരി, ഇന്ന് മൃഷ്ടാനം കഴിക്കാം. ആവാം.